നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 52. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അന്നാളണയുമതിങ്കലശേഷ ദൃശ്യജാലം. പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം. നാം പലതും കണ്ടറിയുന്നതെല്ലാം എന്താണെന്ന് കേട്ടറിയുക കൂടി ചെയ്യുന്നു. കാണുന്നതിനെല്ലാം പേരുണ്ട്. പേരില്ലെങ്കിൽ ഒരു പേര് നാം കൊടുക്കും. വാക്കുകൾ കൂടാതെ ചിന്തിക്കാനാവില്ല. വാക്കുകൾക്കെല്ലാം ശബ്ദമുണ്ട്. പ്രധാനമായും വാക്കിൻ്റെ ഉച്ചാരണമാണ് രണ്ടുപേരെ അന്യോന്യം സംബന്ധിപ്പിക്കുന്നത്. ശബ്ദം എന്ന് പറയുന്നത് ശക്തിയുടെ തരംഗമാണ്. ഓരോ ശബ്ദ തരംഗത്തിൻ്റെയും സാധ്യത്വത്തിന് ശ്രവണേന്ദ്രിയം സാങ്കേതികതയുണ്ടാക്കുന്നു. അറിവ് ആശയങ്ങളായി മാറുമ്പോൾ അവയെ വാക്കിൽ കൂടി ധ്വനിപ്പിക്കുന്നതിന് ഈ സാദത്യത്തിൻ്റെ വൈജാത്യം അത്യന്താപേക്ഷിതമാണ്. ശബ്ദ തരംഗങ്ങളുടെ സാദത്യ വൈജാത്യത്തിനെ ധ്വനി എന്ന് പറയുന്നു. ആധുനിക ശാസ്ത്രമനുസരിച്ച് വായുവിൽ ഉണ്ടാകുന്ന തരംഗമാണ് ധ്വനിമയമായി ശ്രോത്രേന്ദ്രിയത്തെ ഉത്തേജിപ്പിക്കുന്നതെങ്കിലും പഴയ ഭാരതീയ മതമനുസരിച്ച് ആകാശത്തിൻ്റെ ധർമ്മമാണ് ശബ്ദം. എല്ലാ വസ്തുക്കളും ആകാശത്തിൽ നിലനിൽക്കുന്നതായതുകൊണ്ട് ശബ്ദത്തിന് എല്ലാ വസ്തുക്കളെയും സ്വാധീനം ചെയ്യുവാനും രൂപാന്തരപ്പെടുത്താനും കഴിയുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ശ്ലോകത്തിൽ ധ്വനിമയമായി ഗഗനം ജ്വലിക്കും എന്ന് പറയുമ്പോൾ ശബ്ദത്തിൻ്റെ കേവലമായ സാദത്യം എന്നോ സാഹിത്യകൃതികളിൽ കാണാറുള്ള ധ്വനി എന്നോ അല്ല അർത്ഥം. ആകാശമെന്ന് നാം സാധാരണ പറയുമ്പോൾ ഒരു വസ്തുവിന് ഇരിക്കാൻ സാധ്യത നൽകുന്ന ഇടം എന്നേ അർത്ഥമാക്കാറുള്ളൂ. ഇരിക്കാനും ചരിക്കാനും ഇടം നൽകുന്നത്. ഇവിടെ ആകാശത്തെ കുറെ കൂടി ധനാത്മകമായ അർത്ഥത്തിൽ എടുക്കണം. രണ്ടാമത്തെ ശ്ലോകത്തിൽ പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് ഈ കാണപ്പെടുന്നതെല്ലാം എന്ന് പറഞ്ഞിടത്ത് നാം വെളി എന്നതിന് ചിതാകാശം എന്ന അർത്ഥമെടുത്തു. ആ അർത്ഥത്തിൽ അറിവും ആകാശവും രണ്ടല്ല, ഒന്നു തന്നെയാണ്. ആകാശത്തിൻ്റെ ധർമ്മം ശബ്ദമാണെന്ന് നേരത്തെ പറഞ്ഞു. ചിതാകാശം എന്ന് പറയുമ്പോൾ വെളിച്ചവും ശബ്ദവും ഒരുപോലെ ധർമ്മമായിരിക്കുന്ന ഒരസാധാരണ തത്വം കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. മൂങ്ങയ്ക്കു മാത്രം കാണാവുന്ന വെളിച്ചം മുതൽ കോടി സൂര്യപ്രഭ വരെയുള്ളത് വെളിച്ചമാണ്. ശബ്ദവും ഇതുപോലെ അതീവ വിസ്തൃതിയുള്ള തരംഗാവലിയോടു കൂടിയതാണ്. ഒരു യോഗിയുടെ ചിന്മാത്രമായ ബോധമണ്ഡലം ആകവേ മുഖരിതമായിരിക്കുമ്പോൾ ശബ്ദം തന്നെ വെളിച്ചവും വെളിച്ചം തന്നെ ശബ്ദവുമായിരിക്കുന്ന ആ സ്ഥിതിയിൽ ധ്വനിമയമായി ഗഗനം ജ്വലിക്കുന്നു എന്ന് പറയാം. ജ്ഞാനോദയം 1 കോടി ദിവാകരരൊത്തുയരും പടിയാണെന്ന് ഗുരു തന്നെ പാടിയിരിക്കുന്നു. പ്രകാശം അതിൻ്റെ ഉച്ചകോടിയിലെത്തുമ്പോൾ പ്രകാശിതമായതും പ്രകാശവും പ്രേക്ഷകനും ഒന്നായി മാറിപ്പോകുന്നു. അറിവിൻ്റെ ആകാശം ജ്വലിക്കുമ്പോൾ നാനാത്വങ്ങൾ എല്ലാം അതിൽ വിലയം പ്രാപിക്കുന്നു. അറിവായും അറിയുന്നവനായും അറിയപ്പെടുന്നതായും 3 ഉൾപ്പിരിവ് അറിവിലുണ്ടായിരിക്കുന്നതും ചിതാകാശത്തിൽ തന്നെയാണ്. അതിൽ സ്ഥൂലമായും സൂക്ഷ്മമായും കാരണമായും അറിയപ്പെടുന്നതെല്ലാം
ഓംകാരം തന്നെയാണെന്ന് മാണ്ഡൂക്യത്തിലും ഛാന്തോക്യത്തിലും പറയുന്നു. ഓംകാരത്തിൻ്റെ പൂർത്തീകരണം തുരീയമെന്ന് പറയപ്പെടുന്ന സർവാതിരിക്തതയാണ്. ആ സ്ഥിതിയിൽ ഭേദരഹിതമായ സ്വയം പ്രകാശമായ ആത്മവിലാസം മാത്രം അവശേഷിക്കുന്നു.